سجن غوانتنامو كل شيء لا يتصوره العقل، قتل، ضرب، جوع، فقر، مرض، 2000 أسير، أمراض مزمنة جدا، أمراض قوية جدا، وضعهم سيء جدا. لهم الله، أنا فرقتهم على اليوم لو متنا مع بعض. ان شاء الله بروحوا سالمين غانمين ان شاء الله. يا رب يروحوا يا رب. جعانين، مش أكل، ما حدا بيطلع علينا. سجن. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലാൻസെറ്റ് ജേണൽ എന്ന മെഡിക്കൽ അക്കാദമിക് ജേണലൊക്കെ റിപ്പോർട്ടൊക്കെ പുറത്തുവിടുന്ന ഏറ്റവും വിശ്വാസയോഗ്യമായ, എല്ലാവരും റെഫർ ചെയ്യുന്ന 1,86,000 സാധാരണ ജനങ്ങളാണ്, സിവിലിയൻസാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. അതിൽ UN റിപ്പോർട്ട് പ്രകാരം 10,000 സാധാരണ ജനങ്ങളെ ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അവരിപ്പോഴും കെട്ടിടത്തിൻ്റെ അടിയിലോ പല പല ബിൽഡിങ്സിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അവർ നമുക്ക് പുറത്തെടുക്കാനുള്ള സാങ്കേതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അതൊന്നും അവിടെ ഇല്ല. ഒക്ടോബർ 7, 2023 ആ ഡേറ്റ് ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്കും മറക്കാൻ പറ്റില്ല. അന്നാണ് ഇസ്രായേൽ ഗാസയിൽ ഈ നരഹത്യ തുടങ്ങിയത്. അത് ഈ നിമിഷം വരെയും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലും ആയിരക്കണക്കിന് വീഡിയോസാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പുറത്തു വരുന്നത്. അതിന് ഒരു രാഷ്ട്രത്തിനോ ഒരു വ്യക്തിക്കോ ഒരാൾക്കും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടില്ല, അതിന് ശ്രമിച്ചിട്ടുമില്ല. മനുഷ്യൻ എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു? ചൊവ്വയിൽ താമസം മാറുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. 150 വയസ്സ് വരെ ജീവിക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. 150 വയസ്സ് വരെ എങ്ങനെ 20 വയസ്സിൽ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റും യങ്ങായിട്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. AI ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്നു. പല സാങ്കേതിക മാറ്റങ്ങളും കൊണ്ടുവരും. ഇതൊക്കെ സംസാരിക്കുന്ന മനുഷ്യന് 2ാം ലോക യുദ്ധത്തെക്കാളും വലിയ യുദ്ധം നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ നടക്കുമ്പോഴേ അത് നിർത്താനുള്ള ഒരു ഐക്യരാഷ്ട്രസഭയ്ക്കോ ഒരു രാഷ്ട്രത്തിനോ ഒരു രാജ്യത്തിനോ അത് പറ്റിയിട്ടില്ല. പറ്റാഞ്ഞിട്ടല്ല, അതിനവർ ശ്രമിക്കുന്നില്ല. എന്താണോ ഇറാഖിൽ നടക്കുമ്പോൾ ജനങ്ങൾ, ഈ രാഷ്ട്രം, ഈ ലോക ജനത ചെയ്തത്, എന്താണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ചെയ്തപ്പോൾ ലോക ജനത ചെയ്തത്, അത് തന്നെയാണ് ഗാസയിൽ നടക്കുമ്പോഴും ചെയ്യുന്നത്. ഗാസ പോപ്പുലേഷൻ 24 ലക്ഷമാണ്. അതിൽ 7.9% ഇതുവരെ ഇല്ലാതായി. 1,86,000 എന്ന് പറയുമ്പോൾ 7.9% സാധാരണ ജനങ്ങൾ ഇതുവരെ ഇല്ലാതായി. ഇന്നലെ വന്നൊരു ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് നമ്മൾ കണ്ടതാണ്. മോസാദ് ഒബായ് എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള ഒരു പുള്ളിയുടെ ട്രാൻസ്ഫർമേഷൻ ഒരു ഫോട്ടോസൊക്കെ കണ്ടാൽ നമുക്ക് കണ്ണ് തള്ളിപ്പോകും. പുള്ളി ജയിലിൽ പോകുന്ന സമയത്തും വന്നതിന് ശേഷമുള്ള ഫോട്ടോസ് കണ്ടാൽ പുള്ളി 9 മാസത്തിന് ശേഷം ഇസ്രായേൽ സേന പുള്ളിയെ പറഞ്ഞു വിടുകയാണ് ജയിലിൽ നിന്ന്. പുള്ളി സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പുള്ളി ഗോണ്ടനാമോ ജയിലിനേക്കാളും ഭീകരമായ അവസ്ഥയാണ് അവിടെ ജയിലിനകത്ത് നിന്ന് പുള്ളി പറയുന്നത്. മാനസികമായി നമുക്ക് എങ്ങനെയാണോ ഫിസിക്കലി മെൻ്റലി തകർക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട്. ഫുഡ് തരുന്നില്ല, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, നമ്മുടെ ആന്തരികാവയവങ്ങളും പല രീതിയിലുള്ള എല്ലാം ഇടിച്ച് തകർക്കുകയാണ്. നമ്മുടെ ശരീരം എങ്ങനെയൊക്കെ അവർ ദ്രോഹിക്കാൻ പറ്റും അതൊക്കെ അവർ ചെയ്യുകയാണ്. മർമ്മം നോക്കാതെ അവരടിക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ മാറാ രോഗികളാണ്. അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നില്ല. അവരെ പട്ടികൾക്ക് ഇതിനേക്കാളും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് പുള്ളി പറയുന്നത്. അതുപോലെ നമ്മൾ കണ്ടാണ് കുറച്ച് ദിവസം മുമ്പ് ബദർ എന്ന് പറഞ്ഞൊരു പുള്ളി ഇതേപോലെ ജയിലിൽ നിന്ന് പുറത്തു വിട്ട സമയത്ത് കണ്ണ് പുള്ളിക്ക് തുറക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് സ്വന്തം അമ്മയെ മനസ്സിലാവുന്നില്ല, സ്വന്തം മകള് തിരിച്ചറിയാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത്രയും വലിയ ടോർച്ചറിലൂടെയാണ് പുള്ളി കടന്നുപോയത്. വൈറ്റ് ഫോർഫറസ് പോലെയുള്ള ബോംബുകളാണ് ഇപ്പോഴും ഇസ്രായേൽ ഗാസയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. UN യുദ്ധ നിയമപ്രകാരം, വാർ റൂൾസ് പ്രകാരം ഈ കെമിക്കൽസ് അടങ്ങിയ ഒരു ബോംബും വർഷിക്കാൻ, യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിന് പല നിയമങ്ങളും UN ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് അമേരിക്കയുടെ കളിപ്പാവയാണ്. അല്ലെങ്കിൽ UN മാത്രം വിചാരിച്ചാൽ മതി ഈ യുദ്ധങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യമില്ല, ഈ കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭ ഉണ്ടായത് മുതൽ ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ യുദ്ധക്കുറ്റങ്ങൾക്കെതിരെ പ്രമേയം പാസ്സാക്കിയത് ഇസ്രായേലിനെതിരെയാണ്. പല നടപടിയും എടുത്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ. ഒന്നും ഇതുവരെ ഇസ്രായേൽ പാലിച്ചിട്ടില്ല. കാരണം രക്ഷാസമിതിയിൽ
നമ്മുടെ അമേരിക്കയുണ്ട്. 5 രാജ്യങ്ങളടങ്ങിയ രക്ഷാസമിതിയിൽ ഏതെങ്കിലും ഒരു റൂൾസ് പാലിക്കണമെങ്കിൽ, അവർക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ ഈ 5 രാജ്യങ്ങളും ഓക്കെ പറഞ്ഞാൽ അത് പാസ്സാവുള്ളൂ. അമേരിക്ക എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അത് പാസ്സാവുന്നില്ല. അതിന് എതിരെ എന്തെങ്കിലും ഒന്ന് പാസ്സാക്കിയാൽ തന്നെ, ഒരു കാര്യം ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചാൽ തന്നെ ഇതുവരെ 70ഓളം തവണയാണ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ഇസ്രായേലിനെതിരെ. ഇതുവരെ ഒന്നും പാലിച്ചിട്ടില്ല ഇസ്രായേൽ. നമ്മൾ യുദ്ധ നിയമം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം നടക്കുന്നത്, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അത് ആർമിയും തമ്മിലാണ് യുദ്ധം. സിവിലിയൻസിനെ എങ്ങനെ സേഫാക്കാം? നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ബോംബിടാനോ ആക്രമണം നടത്താനോ പാടില്ല. ക്യാമ്പുകളിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. സ്കൂൾസ് ആക്രമിക്കാൻ പാടില്ല. സിവിലിയൻസിനെ ആക്രമിക്കാൻ പാടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയും സ്ത്രീകളെയാണ്. അവർ എങ്ങനെ, ഏതൊക്കെ രീതിയിൽ ചെറിയ അടുത്ത തലമുറയെ എങ്ങനെ ഇല്ലാതാക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികളെയും സ്ത്രീകളെയും അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ യുദ്ധ നിയമങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് നമുക്ക് സാമ്പത്തിക ഈ പലായനം ചെയ്യാനുള്ള സമാധാന ഇടനാഴി സൃഷ്ടിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് ഇതവർ പലായനം ചെയ്യുന്ന സമയത്ത് അവർ പലായനം ചെയ്തോളാൻ പറഞ്ഞിട്ട് ആ വഴിയിൽ അവർ ബോംബിടുകയാണ്. അതിൻ്റെ പല വീഡിയോസ് ഇതുവരെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ പോകുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ബോംബിടുകയാണ്. എയ്ഡഡ് ഫുഡോ മെഡിസിൻസോ അവർ താഴേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഇടുന്ന സമയത്ത് അത് കളക്ട് ചെയ്യാൻ വന്നവരെ നടുവിലേക്ക് ബോംബിടുകയാണ്. കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ബോംബിടുകയാണ്. ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടതാണ്, എത്രയോ ഹോസ്പിറ്റൽസ് എല്ലാം അവർ ബോംബിട്ട് തകർത്തു. ഹോസ്പിറ്റലിൻ്റെ അകത്ത് പോകും. ഇപ്പോൾ പല വീഡിയോസും വന്നിട്ടുണ്ട് റഫേലൊക്കെ. ഹോസ്പിറ്റലിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്ക് കുഴിമാടങ്ങൾ ഉണ്ടാക്കിയിട്ട് 50ഉം 100ഉം മൃതദേഹങ്ങളാണ് ഓരോ കുഴിമാടത്തിലുള്ളത്. രോഗികൾ, മാധ്യമപ്രവർത്തകർ, കുട്ടികൾ, സ്ത്രീകൾ, ഡോക്ടേഴ്സ്, അതിൽ ഒരാളെയും അവർ ബാക്കി വെച്ചിട്ടില്ല. അത് യുദ്ധമല്ല, ഒരു രാജ്യം തന്നെ ഇല്ലാതാക്കുക, തുടച്ചു നീക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് അവർ കടന്നു പോകുന്നത്. എന്ത് തന്നെ ആയാലും ഇപ്പോഴും ഗാസയിലെ നമുക്കറിയാം, പല മാധ്യമപ്രവർത്തകരും അവിടെ വിസിറ്റ് ചെയ്ത പല ആൾക്കാരും യുദ്ധത്തിന് മുമ്പ് നമ്മൾ പല ആർട്ടിക്കിളും കണ്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും സാക്ഷരതയുള്ള ജനങ്ങളാണ് അവിടെയുള്ളത്. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഫലസ്തീനിലെ ഡോക്ടേഴ്സാണ്. ഇപ്പോഴും യൂറോപ്പിലെ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഫലസ്തീനികളാണ്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ഫലസ്തീനിലാണ്. ഏറ്റവും നല്ല ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് ഫലസ്തീനിലാണ്. ഗാസ അഡ്മിനിസ്ട്രേഷൻ ഈ നിമിഷം വരെയും എല്ലാ ദിവസവും അവർ പ്രസ് റിപ്പോർട്ട് അവർ പുറത്തു വിടുന്നുണ്ട്. പ്രസ് റിലീസ് ഇന്നത്ര ആൾ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അവർ പുറത്തു വിടുന്നത്. ഇപ്പോഴും അവർ പെർഫെക്റ്റായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര ആൾക്കാർ മരിച്ചു, എത്ര സ്ത്രീകൾ മരിച്ചു, എത്ര കുട്ടികൾ മരിച്ചു, എത്ര ആൾക്ക് പരിക്കേറ്റു, എത്ര ആൾക്കാർ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഏപ്രിലിന് ശേഷം അവർക്ക് പലതും അവർക്ക് അതിനുള്ള സിസ്റ്റം അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പല ജേണലുകളും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്. പക്ഷെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ എല്ലാ കാര്യങ്ങളും അവർ ഇപ്പോഴും റിലീസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ നമുക്ക് അറിയാം. എനിക്ക് തോന്നുന്നത് ഒക്ടോബർ 7 തുടങ്ങിയത് യുദ്ധം, ഒക്ടോബർ 25 ആകുമ്പോഴത്തേക്ക് ഇവർ 6000 പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വിട്ടപ്പോൾ ബൈഡൻ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് അത് കള്ളക്കണക്കാണെന്നാണ്. അന്ന് തന്നെ ഗാസ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് 6000 പേര് നെയിം, അഡ്രസ്സ്, അവരുടെ ID നമ്പർ അടക്കം അവർ പുറത്തു വിട്ടു. അപ്പം അത്രയും പെർഫെക്റ്റാണ്. അവിടെ വിസിറ്റ് ചെയ്ത പല മാധ്യമപ്രവർത്തകരും കണ്ടിട്ടുണ്ട്. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്, അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ. കാരണം അവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഫയൽ എടുത്തു വെച്ചാൽ അതിൻ്റെ ഒരു ഹാർഡ് കോപ്പിയും കൂടി അവർ എടുത്തു വെക്കും. കാരണം ഇന്നുള്ള ഓഫീസ് നാളെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഒരു ഉറപ്പുമില്ല എപ്പോഴാണ് അവിടെ ഒരു മാധ്യമ ഓഫീസോ ഒരു ഗവൺമെൻറ് ഓഫീസോ ഇന്നുള്ളത് നാളെ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം എല്ലാം ബോംബിട്ട് തകർക്കാണല്ലോ. യുദ്ധം ഇന്നലെ തുടങ്ങിയതല്ലല്ലോ, കഴിഞ്ഞ 70 വർഷമായിട്ട് നടക്കുന്ന യുദ്ധമാണ്. നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു. ഹിരോഷിമ, നാഗസാക്കി, നമ്മൾ സ്കൂളിലടക്കം പഠിച്ചതാണ്. നാഗസാക്കിയിൽ 1,80,000 ആൾക്കാർ മരിച്ചു. ഹിരോഷിമയിൽ 80,000 ആൾക്കാർ മരിച്ചു. അത് ഇപ്പോഴും ലോകം അത് വാർത്തയാണ്, അതിനെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട്. ഈ 1ാം ലോകമഹായുദ്ധം 2ാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ച
ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതിൻ്റെ 3 ഇരട്ടിയാണ് ഈ 40 കിലോമീറ്റർ വരുന്ന ഈ ചെറിയൊരു സ്ഥലത്ത് അവർ ഇതുവരെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കാഠിന്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഇതുവരെയും ആരും ചർച്ച ചെയ്യുന്നില്ല, അതാരും അനുസ്മരിക്കുന്നില്ല. അതെല്ലാവരും കണ്ണ് തുറന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. BBC അടക്കമുള്ള പല മാധ്യമങ്ങളും, ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും ഇതൊക്കെ എല്ലാം വളച്ചൊടിച്ചിട്ടാണ് കാണുന്നത്. ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു, ഇസ്രായേലികൾ മരണപ്പെട്ടു, ആ രീതിയിലാണ് അവർ വാർത്ത കൊടുക്കുന്നത്. അവിടെയാണ് സോഷ്യൽ മീഡിയ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ഓരോ കാര്യങ്ങളും അവരാണ് പുറത്തു വിടുന്നത്. ഈ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളുടെ സമരം നടക്കുന്നതും ഫ്രാൻസിലും ബ്രിട്ടനിലും നമ്മുടെ ഭരണമാറ്റം പോലും സംഭവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ ഫലസ്തീനികളുടെ കൂടെ നിൽക്കുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സമരങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭരണമാറ്റം ജനങ്ങൾക്ക് വിചാരിച്ചാൽ നടക്കും, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോഴും അറിയാം, എങ്ങനെ വന്നാലും ഈ ആധുനിക ലോകം മൊത്തം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് പറഞ്ഞാലും നമുക്ക് തല താഴ്ത്താതെ നടക്കാൻ പറ്റില്ല. സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ അവരെല്ലാ പ്രൊട്ടസ്റ്റും ചെയ്യുന്നുണ്ട്. അവിടെ രാഷ്ട്രങ്ങൾ അവർ വിചാരിച്ച ഇതൊക്കെ നിർത്തലാക്കാൻ പറ്റും, പക്ഷെ അവർ ശ്രമിക്കുന്നില്ല, അത് നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇത് നടക്കുന്നത് വരെ നമുക്ക് എന്ത് കൈപ്പിടിയിൽ ഒതുക്കി എന്ന് പറഞ്ഞാലും തല താഴ്ത്താതെ കണ്ണെന്ന് ഒരു തുള്ളി വെള്ളം വരാതെ നമുക്ക് നടക്കാൻ പറ്റില്ല.